ഏത് വസ്തുവിലും ശക്തിയിലും പ്രാണനിലും ഏത് തരത്തിലാണോ ആദിപരാശക്തിയുടെ ചേതന മറഞ്ഞിരിക്കുന്നത്, അതേ ചൈതന്യം അമ്മസ്ഥാനത്ത് തന്നിലും കുടിയിരിക്കുന്നു എന്ന ആ ഒരു ബോധം, മഹത്തായിട്ടുള്ള സത്യം സ്വായത്തമാക്കുന്നതിനുള്ള ഒരു പ്രധാന സമയം കൂടിയാണ് നവരാത്രി സമയങ്ങൾ. ബുദ്ധിയും ശക്തിയും ചിന്തകളും ഒക്കെ ഈ നവരാത്രി കാലത്താണ് നമ്മൾ കൂടുതൽ തേച്ചു മിനുക്കി എടുക്കുന്നത്. വിദ്യയില്ലാത്ത മനുഷ്യരെ മൃഗതുല്യർ എന്നാണ് പറയാറ്. വിദ്യയില്ലാത്തവരും മൃഗതുല്യരാണ്. അപ്പോൾ സകല കലകളുടെയും മൂർത്തിഭാവമായിട്ട് മഹാസരസ്വതി നമ്മൾ വിദ്യയ്ക്ക് വേണ്ടി ആരാധിക്കുന്നതാണ് ഈ നവരാത്രി കാലത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഒക്കെ. മഹാനവമി ദിവസത്തിൽ നമ്മളുടെ ഉപവാസത്തോടുകൂടി സാക്ഷാൽ ആദിപരാശക്തിയെ പൂജിക്കും. എല്ലാ തൊഴിൽ മേഖലകളിൽ ഉള്ളവരും എല്ലാ വിധത്തിലുള്ള ആയുധങ്ങളും ഏത് തരത്തിലുള്ള പ്രവൃത്തികളാണോ കർമ്മങ്ങളാണോ ഓരോരുത്തർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനുപയുക്തമായിട്ടുള്ള സാധനങ്ങളൊക്കെ ആ കർമ്മ ഉപകരണങ്ങളൊക്കെ ഭക്തിയോടുകൂടി നമ്മൾ പൂജിക്കപ്പെടുന്നു. ബംഗാളിലും അത് കാളി പൂജയാണ് നടക്കണമെങ്കിൽ മൈസൂരിൽ അത് ചാമുണ്ടേശ്വരിയായിട്ടാണ് നടക്കുന്നത്. മറ്റ് കൊല്ലൂരാണെങ്കിൽ അത് സരസ്വതി ഭാവത്തിലാണ് വർത്തിക്കുന്നത്. കേരളീയരും ഈ 3 ഭാവത്തിലും ഭഗവതിയെ പൂജിക്കുന്നുണ്ട്. ദുർഗ എന്ന് പറയുന്ന അഭിധാനത്തോടുകൂടി ദേവന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് അഷ്ടമി ദിവസമാണ്. കാത്യായനൻ എന്ന് പറയുന്ന ശ്രേഷ്ഠനായിട്ടുള്ള മഹർഷിയുടെ ആശ്രമത്തിൽ സ്ത്രീരൂപം ധരിച്ചെത്തിയ മഹിഷാസുരൻ കാത്യായന ശിഷ്യനെ മോഹിപ്പിച്ചു, തൻ്റെ രൂപം കൊണ്ട് മോഹിപ്പിച്ചു. ഇതറിഞ്ഞ കാത്യായന മഹർഷി ഈ മഹിഷാസുരനെ, സ്ത്രീഭാവത്തിലുള്ള ഈ മഹിഷാസുരനെ ശപിച്ചു, നിനക്ക് ഇന്നേ ദിവസം തന്നെ മരണം ഉണ്ടാകട്ടെ. അതിനുശേഷം ദേവന്മാരൊക്കെ സാക്ഷാൽ മഹിഷാസുരനെ കൊല്ലുന്നതിന് വേണ്ടി ദേവിയോട് പ്രാർത്ഥിച്ച്, ദേവി ആ മഹിഷാസുരനെ കൊന്നതും ഈ കാത്യായനി ആശ്രമത്തിൽ വച്ചാണ് എന്നും കാളികാ പുരാണം എന്ന് പറയുന്ന പുരാണത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ദേവന്മാരുടെ സഭയൊക്കെ സമ്മേളിച്ചത് ഒരുപക്ഷെ ഈ കാത്യായൻ്റെ ആശ്രമത്തിലായിരിക്കാം. അവിടെ വച്ചിട്ടാണ് ഈ മഹിഷാസുരനെ കൊന്നത് എന്ന് കാളികാ പുരാണത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നവരാത്രി വ്രതം ആദ്യമായിട്ട് അനുഷ്ഠിച്ചത് ആരാണ് എന്ന് വെച്ചാൽ സാക്ഷാൽ ശ്രീരാമചന്ദ്രനാണ് നവരാത്രി വ്രതം ആദ്യമായിട്ട് അനുഷ്ഠിച്ചത്. സീതാദേവിയെ അന്വേഷിച്ച് നടക്കുമ്പോൾ കിഷ്കണ്ഠയിൽ വച്ചിട്ടാണ് നവരാത്രി വ്രതം അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. ഈ വ്രതം എല്ലാവരും അനുഷ്ഠിക്കണം എന്ന് നമ്മളോട് പറഞ്ഞ് ഇതൊരു നിർബന്ധമാക്കിയത് നമ്മൾ സുദർശനൻ എന്ന് പറയുന്ന ഒരു മഹാരാജാവിൻ്റെ കഥാഗോളം വായിക്കുമ്പോൾ അതിൽ പറഞ്ഞു സുദർശനെ രക്ഷിച്ചത് സാക്ഷാൽ ഭഗവതി തന്നെയാണ്. ആരോരുമില്ലാത്ത ആ കുമാരനെ ദേവി സർവ്വസൈന്യങ്ങളോടുകൂടി വന്ന് ശക്തന്മാരായിട്ടുള്ള ശത്രുക്കളെ മുഴുവൻ വധിച്ചു. ആ ദേവി ഉപാസകനായിട്ടുള്ള സുദർശനൻ അതിനുശേഷമാണ് ഈ നവരാത്രി വ്രതം എല്ലാവരും എടുക്കണം എന്ന് പറയുന്ന ആജ്ഞ പുറപ്പെടുവിച്ചത്. സരസ്വതി ദേവിയെ നല്ല പല ഭാവത്തിൽ നമ്മൾ പൂജിക്കാറുണ്ട്. വീണാ സരസ്വതിയായിട്ട്, താണ്ഡവ സരസ്വതിയായിട്ട്, ഭാരതിയായിട്ട്, ബ്രാഹ്മിയായിട്ട്, മഹേശ്വരിയായിട്ട്
അങ്ങനെ അനവധി ഭാവങ്ങളിൽ നമ്മൾ ഈ സരസ്വതി ദേവിയെ പൂജിക്കുന്നുണ്ട്. നവരാത്രി കാലം പ്രത്യേകിച്ച് സംഗീത അർച്ചനകളെ കൊണ്ട് ഭഗവതിയെ നമ്മൾ പൂജിക്കുന്നുണ്ട്. സംഗീതാർച്ചന, അതിനുവേണ്ടി സംഗീതത്തിലൊക്കെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. സ്വാതി തിരുനാൾ ചില പ്രത്യേക കീർത്തനങ്ങളൊക്കെ നവരാത്രി കാലത്ത് തീർച്ചയായിട്ടും പാടുന്ന തരത്തിൽ സംഗീതാർച്ചന കൊണ്ട്. അപ്പോൾ ഏതൊരു കഴിവുകളാണോ നമുക്കുള്ളത്, ആ കഴിവുകളൊക്കെ ഈ ഭഗവതിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കി ആ കഴിവുകളെ കൊണ്ട് അർച്ചന നടത്തുക. അഹം മമ എന്ന് പറയുന്ന 2 ഭാവങ്ങളെ ഉള്ളിൽ നിന്ന് കളയുക 9 ദിവസത്തേക്കെങ്കിലും. അഹം എന്ന് പറഞ്ഞാൽ ഞാൻ, മമ എന്ന് പറഞ്ഞാൽ എൻ്റേത്. ഇന്ന് ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളിൽ മുഴുവനും തെളിഞ്ഞു നിൽക്കുന്ന 2 ഭാവമാണ് അഹം മമ എന്ന് പറയുന്ന 2 വികാരങ്ങൾ. ഈ വികാരങ്ങൾ എന്നാണോ നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നത്, അന്ന് നമുക്ക് ഈശ്വരനിലേക്ക് ചെല്ലാനായിട്ടുള്ള പ്രതിപത്തി ഏറും. ഇത് പഠിപ്പിക്കുന്നതിന് വേണ്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദേവി ഭാഗവതത്തിൽ മറ്റു പുരാണങ്ങളിലൊക്കെ അനവധി കഥകൾ നമുക്ക് പറഞ്ഞ് തരുന്നത്. മഹിഷാസുരമർദ്ദിനിയായിട്ട് ഭഗവതി അഷ്ടമിക്ക് അവതരിക്കുകയാണ്. മഹിഷാസുരൻ എന്ന് പറഞ്ഞാൽ ലോകം കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും ബലവത്തായിട്ടൊരു അസുരനാണ്. ഈ അസുരന്മാരുടെയും ദേവന്മാരുടെയൊക്കെ കഥകൾ നമുക്ക് പറഞ്ഞു തരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇതൊക്കെ സംഭവിക്കട്ടെ, സംഭവിക്കാതിരിക്കട്ടെ, ഇതൊക്കെ ഒരു വാസനകളാണ്. ആ വാസനകൾ വെച്ചിട്ടാണ് കഥാപാത്രങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ വാസനകളൊക്കെ നമ്മുടെ ഉള്ളിലും ഉണ്ട്. നമ്മുടെ ഉള്ളിൽ അനവധി അസുരന്മാരുണ്ട്. ഈ അസുരന്മാരെയൊക്കെ നിഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ എവിടെ സമർപ്പിക്കണം? സാക്ഷാൽ ഈശ്വരിയുടെ പാദപത്മങ്ങളിൽ തന്നെ സമർപ്പിക്കണം, അല്ലാണ്ട് നടക്കില്ല. അതുകൊണ്ടാണ് മഹിഷാസുരമർദ്ദിനിയായിട്ട് ഭഗവതി അവതരിച്ചു എന്ന് പറഞ്ഞൊരു കഥാപാഠം 2-3 അധ്യായങ്ങളെ കൊണ്ട് നമുക്ക് പറഞ്ഞു തന്നു. ധനു എന്ന് പറയുന്ന അസുര സ്ത്രീയിൽ രംഭൻ, കരംഭൻ എന്നു പേരുള്ള 2 അസുരന്മാർ ഉണ്ടായി. ഇവർ വളരെ ശക്തന്മാരാണ്. ഇവര് ജീവിതത്തിൽ ഇവരുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ, ലോകത്തിൽ ആർക്കും ജയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പുത്രന്മാർ ഉണ്ടാകണം. ഈ വാസനകളൊക്കെ നമുക്കുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള ഉയർച്ചയിലേക്ക് പോകണം, ഇതൊക്കെ ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടാവുമോ? ഏതായാലും പുത്രന്മാരുണ്ടാവണം. അതിന് വേണ്ടി എന്ത് ചെയ്യുന്നു വെച്ചാൽ ഘോരമായിട്ടുള്ള തപസ്സാണ് ഇവർ അനുഷ്ഠിക്കുന്നത്. അസുരന്മാരുടെ തപസ്സൊക്കെ വളരെ ശക്തമാണ്. അതുകൊണ്ട് ഈ തപസ് അനുഷ്ഠിക്കാൻ കരംഭൻ എന്ന് പറയുന്ന അസുരൻ വെള്ളത്തിൽ നിന്നുകൊണ്ട് തപസ് തുടങ്ങി. രംഭൻ എന്ന് പറയുന്ന അസുരൻ അഗ്നി കൂട്ടി ചുറ്റും വലയം തീർത്ത് ആ അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് അഗ്നിദേവനെ തപസ് ചെയ്തു. അസുരന്മാരൊക്കെ തപസ് ചെയ്താൽ, അല്ലെങ്കിൽ നമ്മളൊക്കെ ഈശ്വരാരാധനയിലേക്ക് കൂടുതൽ സമയം നമ്മൾ ഇറങ്ങിച്ചെന്നാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ അതിന് എതിരായിട്ട് പ്രവർത്തിച്ച് തുടങ്ങും. ഈശ്വരാരാധനയിലേക്ക് പോകാനായിട്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളൊന്നും നമ്മളെ അനുവദിക്കില്ല. നല്ല ശക്തമായിട്ടൊരു മഴ പെയ്താൽ നല്ല തണുപ്പാണ്, അല്ലെങ്കിൽ മഴ വീഴും എന്ന് പേടിച്ചിട്ട് നമ്മൾ പോകില്ല അമ്പലത്തിൽ. അങ്ങനെ ഏതൊരു കാര്യം നോക്കിക്കോളൂ, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അനുസൃതമായിട്ടാണല്ലോ നമ്മുടെ ജീവിതം മുഴുവനും. അപ്പോൾ ഇന്ദ്രിയങ്ങളെ പ്രലോഭിക്കുന്ന അനുസരിച്ച് മാത്രമേ ഓരോ കാര്യങ്ങൾ ചെയ്യുള്ളൂ. ഇവിടെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ ദേവന്മാര് ഈ അസുരന്മാരായിട്ടുള്ള രംഭനും കരംഭനും ഒക്കെ വളരെ ശക്തമായിട്ട് തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദേവരാജനായിട്ടുള്ള ദേവേന്ദ്രന് സംശയമായി. കാരണം ഇന്ദ്രപ്പട്ടം കീഴടക്കാനായിരിക്കുമോ എന്നൊരു സംശയം. അതുകൊണ്ട് ദേവേന്ദ്രൻ എന്തു എന്ന് വെച്ചാൽ, ഒരു മുതലയുടെ രൂപമെടുത്ത് കരംഭൻ തപസ് ചെയ്യുന്ന വെള്ളത്തിൽ ചെന്ന് കരംഭനെ കാല് പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് കരംഭനെ കൊന്നു. സഹോദരൻ്റെ മരണം പറഞ്ഞ രംഭൻ കൂടുതൽ ക്രുദ്ധനായി തപസ്സിന് ബലം കൂട്ടി. അസുരന്മാരാണെങ്കിലും അവരൊക്കെ ആശ്രയിക്കുന്നത് ആരെയാണ്? ഈശ്വരനെയാണ്.
ഈശ്വരനിൽ നിന്നേ ഇത് കിട്ടുള്ളൂ എന്നുള്ള ഉറപ്പ് ഉണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ മതബലം, ആ വരബലം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവരൊക്കെ ശക്തന്മാരായി ഈശ്വരനെ മറക്കും. ഇതാണ് നമ്മൾ പുരാണങ്ങളിലൊക്കെ പഠിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം മരണത്തിൻ്റെ ഈ സഹോദരൻ്റെ മരണം കേട്ട് ക്രുദ്ധനായി കഴിഞ്ഞതോടുകൂടി അത്യുഗ്രമായിട്ട് തപസ് ചെയ്തു. പക്ഷെ അവിടെയും ഈശ്വരൻ പ്രത്യക്ഷപ്പെടുന്നില്ല, ദേവന്മാർ പ്രത്യക്ഷപ്പെടുന്നില്ല എന്ന് കണ്ടപ്പോൾ ശിരസ് അറുത്ത് ഹോമിക്കാനായിട്ട് തയ്യാറായി. അതാണ് ഈശ്വരോപാസനയുടെ വലിയൊരു ശക്തി. കാരണം ഒന്നും നശിക്കാനും തയ്യാറായിട്ട് ഈശ്വരന് മാത്രം അഭയം തേടുന്ന ഭാവം. അങ്ങനെ ശിരസ് അറുത്തിട്ട് അഗ്നിയിൽ ഹോമിക്കാൻ തയ്യാറായി വാളെടുത്ത് ശിരസിൽ വെട്ടാൻ പോകുമ്പോൾ അഗ്നിദേവ പ്രത്യക്ഷപ്പെട്ടു, ചോദിച്ചു എന്ത് വരം വേണം. ഇവരൊക്കെ തപസ് ചെയ്ത് കഴിഞ്ഞാൽ വരം വേണം എന്ന് ചോദിക്കുമ്പോൾ കുറച്ച് നേരം ഒന്ന് ആലോചിക്കും. എല്ലാവരും ചോദിക്കുന്ന ഒരു വരമുണ്ട്, മരണം വരാൻ പാടില്ല, മരിക്കാതിരിക്കില്ല. അപ്പോൾ അതിനൊരു പഴുതിട്ടിട്ട് വേണം വരം കൊടുക്കുള്ളൂ. ഉടനെ അഗ്നിദേവൻ പറഞ്ഞു, അതൊഴിച്ചിട്ട് നീ മരണത്തിനെ വരിക്കുന്നതിന് എന്തെങ്കിലും ഒരു മാർഗം സ്വീകരിക്കണം, മരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ആലോചിച്ചു. സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇറങ്ങുന്ന പുരുഷന്മാരാണ്, സ്ത്രീകളല്ല. ഈ ലോകത്തിൽ ഉള്ള ഒരു ശക്തിക്കും എന്നെ കൊല്ലാൻ പാടില്ല, എനിക്ക് മരണം ഉണ്ടാവാൻ പാടില്ല. പക്ഷേ മരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീയിൽ നിന്ന് മാത്രമേ എനിക്ക് മരണം ഉണ്ടാകാൻ പാടുള്ളൂ. അതാണ് വരം. ഒരു സ്ത്രീ വേണമെങ്കിൽ എന്നെ കൊന്നോട്ടെ. കാരണം സ്ത്രീ തന്നെ എന്നെ കൊന്നോട്ടെ എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ സ്ത്രീകൾ അബലകളാണ്, ചപലകളാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ സ്ത്രീ എന്ന് പറയുന്ന ഭാവം ശക്തമായിട്ടുള്ള ഭാവമാണ്, അത് പ്രകൃതി ഭാവമാണ്. സ്ത്രീകൾക്ക് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ വളരെയധികം വലിയൊരു സ്ഥാനമുണ്ട്. എല്ലാ സ്ത്രീകളും സാക്ഷാൽ ഭഗവതിയുടെ ഭാവങ്ങളാണ്. എവിടെയാണോ നാരി പൂജ ചെയ്യുന്ന സ്ത്രീയെ ബഹുമാനിക്കുന്നത്, ഏതൊരു ഗ്രഹത്തിലാണോ സ്ത്രീ പൂജിക്കപ്പെടുന്നത്, അവിടെ തീർച്ചയായിട്ടും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകും എന്നാണ് നമ്മളോടൊക്കെ ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നാരി പൂജയൊക്കെ നടത്തുന്നത്. ചില ക്ഷേത്രങ്ങളിലൊക്കെ നാരി പൂജകൾ നടത്താൻ, കുമാരി പൂജകൾ നടത്താറുണ്ട്. ഒക്കെ സ്ത്രീഭാവം. എല്ലാ നാരികളിലും ദേവീഭാവം തന്നെയാണ് ഇരിക്കുന്നത്. അവരെ ബഹുമാനിക്കുക, ആദരിക്കുക. ഏതായാലും ഒരു സ്ത്രീയിൽ നിന്ന് എനിക്ക് മരണം വന്നോട്ടെ എന്ന് ഉള്ള വരം വാങ്ങി. അതിനുശേഷം പറഞ്ഞു, എനിക്ക് എല്ലാവരെയും ജയിക്കുന്ന ഒരു പുത്രൻ ഉണ്ടാകണം എന്ന് പറയാം. ഇത് മഹിഷാസുരനാണ് പറഞ്ഞത്. ഈ രംഭൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അഗ്നിദേവനോട് പറഞ്ഞത്, എനിക്ക് എല്ലാവരെയും ജയിക്കാൻ പറ്റുന്ന ഒരു മകൻ ഉണ്ടാവണം. അതിനുശേഷം മഹിഷാസുരനാണ് ഞാനിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള വരം വാങ്ങുന്നത്. ഈ രംഭൻ മേടിച്ച വരം എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു മകൻ ഉണ്ടാവണം, അവൻ ശക്തനാവണം, എല്ലാവരെയും ജയിക്കാൻ സാധിക്കണം. ഈ വരം പറഞ്ഞു മാത്രമല്ല, നിനക്ക് ഇഷ്ടപ്പെടുന്ന, നിന്റെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ആരെയാണോ അവരെ നിന്റെ ഭാര്യയായിട്ട് നിനക്ക് സ്വീകരിക്കാൻ സാധിക്കും എന്ന് വരം മേടിച്ച് വരം കിട്ടിക്കഴിഞ്ഞാൽ അഹങ്കരിക്കും. നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മുടെ അഹങ്കാരം അതാ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സർപ്പത്തിൻ്റെ വായിലിരിക്കുന്ന തവളയുടെ പോലെയാണ് നമ്മൾ. മൃത്യു എന്ന് പറയുന്ന ഭയാനകമായ മൃത്യു എന്ന് പറയുന്ന ഭാവം തൊട്ട് പുറകിൽ നിൽക്കുമ്പോഴും അതിനെയൊന്നും നമ്മളറിയാതെ എന്തൊക്കെ കണ്ട് ഭ്രമിച്ചിങ്ങനെ നടക്കുകയാണ്. ഇതൊരിക്കലും വരും മുതൽ രൂപത്തിൽ നമ്മളെ പിടികൂടും, വിഴുങ്ങും എന്നതറിയാണ്ട് നമ്മൾ ഭ്രമിച്ച് അഹങ്കാരികളായിട്ട് നടക്കുന്നൊരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും ഇദ്ദേഹം ഈ വരം മേടിച്ച് അവിടെ നിന്ന് പോകുമ്പോൾ വഴിയിൽ വെച്ച് മതാർത്ഥയായിട്ടുള്ള വലിയ ആകാരരൂപം പോട്ടിട്ടുള്ളതും മതിച്ചിട്ടുള്ളതുമായ ഒരു എരുമയെ കാണും. ഓരോ വിധിവൈപരീതങ്ങളാണ്. നമുക്കൊക്കെ ഓരോ വിധി വൈപരീതങ്ങൾ വരും, വിധികൾ ഉണ്ടാകും. എപ്പോൾ സംഭവിക്കണം എന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല.
ഈ പ്രപഞ്ചത്തിൽ അടുത്ത നിമിഷം എന്താ സംഭവിക്കണമെന്ന് നമുക്ക് ആർക്കും സാധിക്കില്ല. ഇതിനൊക്കെ ശക്തി നിയന്ത്രിക്കുന്ന ശക്തിയുണ്ട്. ആ ശക്തിയാണ് അത് തീരുമാനിക്കുന്നത് എന്ത് സംഭവിക്കണം എന്നൊക്കെ. നമ്മളൊക്കെ വളരെ ദുർബലന്മാരാണ്. പക്ഷെ ആ ഒരു ബോധം നമുക്കില്ലാണ്ടുള്ള ജീവിതമാണ് മുന്നോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇദ്ദേഹം ഈ എരുമയെ കണ്ടു. ഈ എരുമയെ കല്യാണം കഴിച്ചു. എരുമയുമായിട്ട് ജീവിതം തുടർന്നു. ഭാര്യയായിട്ട് വിവാഹം കഴിച്ച് ഭാര്യയായിട്ട് പല സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ നടന്ന് അവസാനം ഇവര് പാതാളത്തിലേക്ക് പോയി. അസുരന്മാരുടെ സ്ഥലം എന്ന് പറയുന്നത് പാതാളം. അതെന്താ അസുരന്മാര് എന്ന് പറഞ്ഞാൽ അസുക്കളിൽ രമിക്കുന്നവരാണ് അസുരന്മാര്. കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, ചെവി എന്ന് പറയുന്ന ഇന്ദ്രിയങ്ങളുടെ സുഖത്തിന് വേണ്ടി ഇന്ദ്രിയങ്ങളിൽ ലയിച്ച് രമിച്ച് ജീവിക്കുന്നവരെ, അജ്ഞാനിയായിട്ട് വർത്തിക്കുന്നവരെ, അവരെയാണ് സാധാരണ അസുരന്മാരെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളൊക്കെ അസുരവർഗത്തിൽപ്പെട്ടവരാണ്, അറിയേണ്ടതിനറിയാത്തവരെ. പാതാളത്തിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മളൊക്കെ കിടക്കുന്നത് ഏറ്റവും താഴത്താണ്. ഇവിടെ നിന്ന് ഉയർന്നു വരണം. അതിനാണ് നമ്മൾ ആശ്രയിക്കുന്നത്. പരാശക്തിയെ നമ്മൾ ആശ്രയിക്കുന്നത് ഇതിൽ നിന്ന് ഉയർന്നു വരാൻ വേണ്ടിയിട്ടാണ്. ഏതായാലും പാതാളത്തിൽ ചെന്നു. അവിടെ ഇങ്ങനെ സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഒരു വലിയ പോത്ത് ഈ രമ്പന്റെ ഭാര്യയായിട്ടുള്ള എരുമയെ കണ്ടു. മൃഗതുല്യമായിട്ടുള്ള ബുദ്ധിയുള്ളവർക്ക് എന്താണെന്ന് തിരിച്ചറിയാനുള്ള വകതിരിവ് ഉണ്ടാവുക ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മറ്റൊരു പോത്ത് എരുമ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഈ എരുമയുടെ അടുത്തേക്ക് ഓടിയെത്തി. ഏതായാലും ഇത് കണ്ട് ഭർത്താവായിട്ടുള്ള രമ്പൻ ആ പോത്തുമായിട്ട് യുദ്ധം ചെയ്തു. അവസാനം പോത്തിൻ്റെ കൊമ്പിൻ്റെ അടികൊണ്ട് താഴെ വീണു. ഈ രംഭം മരിച്ചു. രംഭം മരിച്ചതോട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ യക്ഷന്മാരെ ആശ്രയിച്ച് ആ രമ്പന്റെ ശവസംസ്കാരം നടത്തുന്നതിന് വേണ്ടി വലിയൊരു ചിതയൊക്കെ കൂട്ടി. ആ രമ്പന്റെ ശവസംസ്കാരം നടക്കുമ്പോൾ ഗർഭിണിയായിട്ടുള്ള ഈ എരുമ അഗ്നി ജ്വലിച്ചു വന്നപ്പോൾ ചിതയിലേക്ക് ആ ഭർത്താവിൻ്റെ ചിതയിലേക്ക് ചാടി ശരീരത്തിനെ ഉപേക്ഷിച്ചു. പക്ഷേ ആ അഗ്നിയിൽ നിന്ന് ഭീമാകാരമായിട്ടുള്ള ഒരു സ്വരൂപം പുറത്തേക്ക് വന്നു. അവൻ്റെ പേര് മഹിഷാസുരൻ. ഇങ്ങനെയാണ് മഹിഷാസുരൻ്റെ ഉത്ഭവം. ഈ മഹിഷാസുരൻ എന്ത് ചെയ്തു? എല്ലാവർക്കും അറിയാം. അസുരന്മാർക്ക് എന്ത് ചെയ്താൽ രക്ഷപ്പെടാം, എന്ത് ചെയ്താൽ നേടാം. പക്ഷെ ആ ബുദ്ധി വികലമാകും. ആ ബുദ്ധി വികൃതമാകുമ്പോഴാണ് മറ്റ് ഭൗതികത്തിൻ്റെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ പോണത്. ഇവരൊക്കെ ഇത്ര അസുരന്മാരെന്നൊക്കെ പറഞ്ഞാൽ അവരുടെയൊക്കെ ബുദ്ധി വികൃതമാവണം. എന്താണെന്ന് വെച്ചാൽ അവരുടെ ആ അഹങ്കാരം എന്ന് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും ഈശ്വരനെ ആരാധിച്ച് തപസ് ചെയ്ത ശേഷമാണ് ഇവരിലൊക്കെ ഈ അഹങ്കാരം വരുന്നത്. ഈ അഹങ്കാരം ഇവർ വരുത്തുന്നതും ഇവരെ തപസ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും ഇവിടെ പ്രവർത്തിക്കുന്ന ചാലകശക്തിയായിട്ട് പ്രവർത്തിക്കുന്ന ഭഗവതി തന്നെയാണ്. ഭഗവതി തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ട്. സാധാരണ നമ്മൾ ജപിക്കാറുണ്ട് ലളിതാ സഹസ്രനാമത്തിൽ രാഗസ്വരൂപ പാശാഠ്യ ക്രോധാകാരാങ്കുശോജ്വല മനോരൂപ ഇക്ഷുഗോദണ്ഡ പഞ്ചതന്മാത്ര സായക. ഭഗവതി ഇരിക്കുന്ന സ്വരൂപത്തിനെയാണ് പറയുന്നത്. രാഗസ്വരൂപം പശായ പശ്ചാഠ്യം, ഒരു പാശം, രാഗത്തിൻ്റെ സ്വരൂപമായിട്ടുള്ള കയറ്. ഈ കയറാണ് ഒരു കയ്യിൽ പിടിച്ചിട്ടുള്ളത്. എന്താ രാഗം? ഭർത്താവിന് ഭാര്യയോടും, ഭാര്യയ്ക്ക് ഭർത്താവിനോടും, കുട്ടികളോടും, കുടുംബത്തിനോടുള്ള മമത, ബന്ധുക്കാരോടുള്ള മമത, സ്നേഹിതന്മാരുടെ മമത ഒക്കെ. സ്നേഹം എന്ന് പറയുന്ന പാശം കൊണ്ട് ഭഗവതി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മളെയൊക്കെ തമ്മിൽ പ്രാണികളെ കെട്ടിയിടും, വിട്ടുപോകാൻ പറ്റാത്ത രീതിയിൽ. അങ്ങനെ കെട്ടിയിട്ട് അതിലൊക്കെ ആഴ്ന്ന മനസ്സ് മുഴുവൻ അതിലേക്ക് പോകുമ്പോൾ ക്രോധാകാരാങ്കുശോചന, അങ്കുശം തോട്ടി, ക്രോധത്തിൻ്റെ സ്വരൂപമായിട്ടുള്ള തോട്ടി കൊണ്ട്, ഈ കയ്യിൽ പിടിച്ചിട്ടുള്ള തോട്ടി കൊണ്ട് രാഗമാകുന്ന കയറുകൊണ്ട് കെട്ടിയിട്ടുള്ള കെട്ടുകളെയൊക്കെ ക്രോധമാകുന്ന തോട്ടി കൊണ്ട് ഭിന്നിപ്പിക്കും. വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയൊക്കെ ജീവിച്ചു പോകുന്നവരായിരിക്കും അവരൊക്കെ ഭിന്നിപ്പിക്കുക. ഇപ്പം നമുക്ക് കാണാം പല ഫാമിലി കോർട്ടിലും ചെന്ന് കഴിഞ്ഞാൽ, കുടുംബ കോടതികളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത്ര സ്നേഹമായിട്ട് കഴിഞ്ഞിട്ടുള്ളവരായിരിക്കും. ഇപ്പം അവിടെ ക്യൂ ആണ്, തിരക്കാണ്. കാരണം എന്താ? രാഗം കൊണ്ട് കെട്ടി ക്രോധം കൊണ്ട് അതിനെ അകറ്റുകയാണ്.
ഇത് കഴിഞ്ഞാലോ മനോരൂപേക്ഷുകോദണ്ഡം, മനസ്സിൻ്റെ രൂപമായിട്ടുള്ള വളഞ്ഞ കരിമ്പിൻ്റെ വില്ല് അമ്മ പിടിച്ചിട്ടുണ്ട്, ഇക്ഷുകോദണ്ഡം. ആ വില്ലില് പഞ്ചതന്മാത്ര സായക, പഞ്ചതന്മാത്രകളാകുന്ന അമ്പുകളാണ് വച്ചിട്ടുള്ളത്. അതാണ് നമ്മുടെ നേരെ വരുന്നത്. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നൊക്കെ പറയുന്ന ആ പഞ്ചതന്മാത്രകള് അത് വച്ചിട്ട് നമ്മൾ അതിലേക്ക് ആഴ്ന്നു പോകാണ്. ശബ്ദത്തിൻ്റെ സുഖത്തിന് വേണ്ടി, സ്പർശനത്തിന് സുഖം വേണ്ടി, രൂപത്തിലുള്ള ആസക്തി, രസത്തിലുള്ള ആസക്തി, ഗന്ധത്തിലുള്ള ആസക്തി, ഈ ആസക്തികളൊക്കെ നമ്മളെ ബലമായിട്ട് പിടിക്കുക. അപ്പൊ നോക്കുക, നമ്മുടെ ഭഗവതി തന്നെ നമ്മളെ കുരങ്ങ് കളിപ്പിക്കുന്നവരെ കെട്ടിയിട്ടിട്ടുള്ളത് പോലെ അവിടേക്കും ഇവിടേക്കും നമ്മളെ ആഴ്ത്തിക്കൊണ്ട് ഇട്ട് കളിപ്പിച്ച് കൊണ്ടിരിക്കുന്നതാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആരെ ആശ്രയിക്കണം? ഈ ഭഗവതിയെ തന്നെ ആശ്രയിക്കുക. അമ്മയാണ് ഇതൊക്കെ നമുക്ക് തരുന്നത്. എന്തെന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ സ്ഥിതിവിശേഷങ്ങളെ അറിഞ്ഞ് മനസ്സിലാക്കണം. ഇതിൻ്റെ സ്ഥിതിവിശേഷങ്ങളൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി ഇത് തെറ്റായിട്ടുള്ള സംഭവമാണ് എന്ന് അറിയുമ്പോൾ, അതിനെ മനസ്സിലാക്കുമ്പോൾ ഭഗവതി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതിൽ നിന്ന് നമ്മളെ ഉദ്ധാനം ചെയ്തെടുക്കും. ഇതിനു വേണ്ടി നമ്മളെ ഒരു പരീക്ഷണഘട്ടം പോലെയാണ് ഇത് ഉപയോഗിക്കുന്നത്, പരീക്ഷണം പോലെയാണ്. ഏതായാലും അതിൽ നിന്നൊരു കുട്ടി ജനിച്ചു, ഭീമാകാരനായിട്ട് മഹിഷാസുരൻ എന്ന പേര് വെച്ചു. മഹിഷാസുരനും ഇതുപോലെ തന്നെ ഗംഭീരമായിട്ടുള്ള തപസ്സാണ്. ആ തപസ്സിൽ ബ്രഹ്മദേവ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ബ്രഹ്മദേവനോട് പറഞ്ഞു, എനിക്ക് അജയ്യനാകണം, എനിക്ക് മൃത്യു പാടില്ല. അപ്പം മൃത്യുവിനെ ഒഴിച്ചിട്ട് എന്തെങ്കിലും കാര്യം വേണമെന്ന് പറഞ്ഞാൽ അതൊരു സ്ത്രീയിൽ നിന്ന് എനിക്ക് വന്നോട്ടെ എന്നാണ് മഹിഷാസുരൻ പറഞ്ഞത്. അങ്ങനെ വരം കിട്ടിയ മഹിഷാസുരൻ ദർപ്പിതനായി ആദ്യമേ തന്നെ ദേവന്മാരെയാണ് ആക്രമിക്കുന്നത്. മഹിഷാസുരന് ശേഷം കുറേ അസുരന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. രക്തബീജൻ, ചണ്ടമുണ്ടന്മാര്, അങ്ങനെയുള്ള കുറേ അസുരന്മാരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ രക്തബീജൻ രംഭന്റെ രണ്ടാമതൊരു ജന്മമായിരുന്നു രക്തബീജൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു തുള്ളി ചോര താഴത്ത് വീണിട്ടുണ്ടെങ്കിൽ ആ ചോരയിൽ നിന്ന് അനേകായിരം അസുരന്മാരും വീണ്ടും വീണ്ടും അതേ ശക്തിയോടുകൂടി ഉണ്ടായിരിക്കും. അദ്ദേഹം രക്തബീജനായിട്ട് അവതരിച്ചു. അവിടെയാണ് നമ്മളൊരു കാര്യം അറിയേണ്ടത്. ഈ ജീവിതത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പല വാസനകൾക്കും അടിമകളാണ്. ബലമായിട്ട് നമ്മളുടെ ചില വാസനകൾ ഉണ്ടാകും. ഈ വാസന നമ്മൾ മരിച്ചു കഴിഞ്ഞാലും അത് നമ്മുടെ ജീവനിൽ ബാധിച്ചിരിക്കും. പിന്നെ ഒരു ജന്മം ഉണ്ടാകുമ്പോൾ ഈ വാസന നമ്മളിൽ ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. നമുക്ക് ഏറ്റവും കൂടുതൽ വാസനകൾ ഏതൊക്കെയാണോ ഉണ്ടായിട്ടുള്ളത് ആ വാസന നമ്മളെ ഓരോ ജന്മങ്ങളിലും വിടാതെ പെട്ടെന്ന് തുറന്നുകൊണ്ടിരിക്കും. ഏത് തരത്തിലുള്ള വാസനകളായിക്കോട്ടെ, ഓരോ ആളുകളിലുള്ള പ്രത്യേക തരത്തിലുള്ള വാസനകളൊക്കെ ജന്മാന്തരമായിട്ട് ആർജിച്ച് എടുത്തു വച്ചിട്ടുള്ളതാണ്. അത് ഓരോ ജന്മങ്ങളിലും വീണ്ടും വീണ്ടും വരും. ഇതൊക്കെ എന്നാണോ ഇല്ലാതെയാവുന്നത് അന്നാണ് നമുക്ക് ഈ മോക്ഷം എന്ന് പറയുന്ന ഭാവത്തിലേക്ക് എത്താൻ വേണ്ടി ആലോചിക്കാനോ സാധിക്കുന്നത്. വാസനകളാണ് നമ്മളെ ബലമായിട്ട് പിടിച്ചു കൂട്ടിയിട്ടുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സ്വപ്നങ്ങളാണ് നമ്മുടെ ജീവിതം. നമുക്കൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നത്തിൽ കൂടിയാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വപ്നമില്ലെങ്കിൽ നമ്മൾ ജീവിക്കില്ല. എല്ലാവരും സ്വപ്നത്തിലാണ് ജീവിക്കുന്നത്. ഏതായാലും മഹിഷാസുരൻ ദേവന്മാരെയൊക്കെ യുദ്ധത്തിന് വിളിക്കും. സർവ്വതിനെയും പിടിച്ചടക്കി ദേവന്മാരുമായിട്ട് യുദ്ധം ചെയ്ത് ദേവന്മാരെ തോൽപ്പിച്ചു. ഏതൊക്കെ പ്രഭാവമുള്ള ദേവന്മാരാണെങ്കിലും ഈ അസുരൻ അവരെയൊക്കെ തോൽപ്പിക്കാം. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഏതൊരു മൂർത്തിയാണോ ഭജിക്കേണ്ടത്, ഏതൊരു ഭാവത്തെയാണോ ആരാധിക്കേണ്ടത്, അല്ലെങ്കിൽ ഏതൊരു ഭാവത്തിനോടാണോ നമുക്ക് കൂടുതൽ താല്പര്യം വരുന്നത് അതിനെ നമ്മൾ ആരാധിക്കാനോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കാര്യത്തിലേക്ക് നീങ്ങുമ്പോൾ ഈ നമ്മളിലുള്ള ആസുരിക ശക്തി അതിന് വിഘാതമായിട്ട് നിൽക്കും. തീർച്ചയായിട്ടും അതിന് വിഘാതമായിട്ട് നിൽക്കുന്ന കാണാം.
പരിപൂർണമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ഈശ്വരോപാസന ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അതിന് വിഘ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അതിൽ സ്വയമേവ നമ്മളുടെ വിഘ്നം മനസ്സിൽ ഉണ്ടാകും. അപ്പൊ അത് തന്നെ അതനുസരിച്ച് ദേവന്മാരൊക്കെ ആയിട്ട് ഭയങ്കര യുദ്ധം ഉണ്ടായി. പക്ഷേ ദേവന്മാർക്കൊന്നും ഇവരെ ജയിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇവരുടെ അത്യുഗ്രമായിട്ടുള്ള വരബലത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുകയാണ്. ഇങ്ങനെ വന്നപ്പോ ദേവന്മാരൊക്കെ വളരെ വിഷണരായി, എല്ലാവരും ഓടി ഒളിച്ചു. ദേവലോകമൊക്കെ മഹിഷാസുരന്റെ കയ്യിലായി. ബ്രഹ്മദേവൻ സാക്ഷാൽ വൈകുണ്ഠത്തിൽ ചെന്ന് ഭഗവാനോടും അതുപോലെ മഹാദേവന്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, ദേവന്മാരൊക്കെ ഇല്ലാതെയായി, അതുകൊണ്ട് ഈ ദേവന്മാരെയൊക്കെ രക്ഷിക്കാനായിട്ട് എന്തെങ്കിലും ഒരു മാർഗങ്ങൾ ഉണ്ടാവണം. ഈ ബ്രഹ്മദേവനാണെങ്കിലും വിഷ്ണു ആണെങ്കിലും ശിവനാണെങ്കിലും ഭഗവതിയിൽ നിന്ന് തന്നെ ഉത്ഭവിച്ചവരാണ്. അവരെല്ലാം കൂടി തീരുമാനിച്ചു, നമ്മളൊക്കെ ഏതൊരു ശക്തിയെ ആശ്രയിച്ചുകൊണ്ടാണോ വിവിധ തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത്, അതിനൊക്കെ നമുക്ക് ബലം തരുന്ന സാക്ഷാൽ അംബികയെ തന്നെ നമുക്ക് ആശ്രയിക്കണം എന്ന് പറഞ്ഞ് ഒളിഞ്ഞു പോയിട്ടുള്ള ആ ദേവന്മാരൊക്കെ വിളിച്ചുകൂട്ടി എല്ലാവരും കൂടി ചേർന്ന് അതിനൊരു തീരുമാനമെടുത്തു. ഭഗവതിയെ തപസ് ചെയ്യാണ്, സ്തുതിക്കാം. ദേവന്മാരൊക്കെ സ്തുതിക്കാനൊക്കെ നല്ല മിടുക്കന്മാരാ. പക്ഷെ സ്തുതിക്കുമ്പോ ഈ സ്തുതിയുടെ പുറകിലൊരു കാര്യം ഉണ്ടാവും. അത് ഭക്തിയാണോ? ഭഗവതിയെ നമ്മൾ സ്തുതിക്കുക, പൂജിക്കുക, അർച്ചിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതൊന്നും എനിക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ മനസ്സ് ഭഗവതിയിലേക്ക് എത്തുന്നതിന് വേണ്ടി ആണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ പൂജിക്കുന്നതും നമ്മൾ ജപിക്കുന്നതും ബാക്കിയൊക്കെ നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം അതിൻ്റെ പേരെന്തായിരിക്കും? സ്വാർത്ഥത. അങ്ങനെയാണല്ലോ നമ്മുടെ ആരാധന കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. ദേവന്മാരൊക്കെ പല ആൾക്കാരെയും പല സന്ദർഭത്തിലൊക്കെ സ്തുതിച്ചിട്ടുണ്ട്. അപ്പം ഇവയൊക്കെ ഭഗവാൻ വന്നിട്ട് ദേവന്മാരോട് പറയാറുണ്ട്, ദേവന്മാരെ നിങ്ങളുടെ സ്തുതിയൊക്കെ വളരെ കേമാണ്, പക്ഷെ ഭക്തിയില്ല. ഭക്തി എല്ലാവരും എന്ത് ചെയ്യണം? ഒന്നും ആഗ്രഹിക്കാതെ ചെയ്യാം. അതാണ് വിശിഷ്ടമായിട്ടുള്ള ഭക്തി, നിഷ്കാമമായിട്ടുള്ള ഭക്തി. മറ്റതൊക്കെ കാര്യസാധ്യത്തിനുള്ള ഭക്തികളാണ്. കാര്യസാധ്യം നടക്കില്ല, കാര്യസാധ്യം നടക്കും. ആ കാര്യസാധ്യം നടക്കാന്നുള്ളതാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിലെ ഭൗതിക ജീവിതത്തിലെ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഈശ്വരനെ ഉപയോഗിക്കേണ്ടത്. ഈശ്വരനെ ഉപയോഗിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ അനവധി ജന്മങ്ങൾ പലതരത്തിലുള്ള പ്രാണികളായിട്ട് ജനിച്ചു. ഇങ്ങനെ ജനനമരണ ചക്രങ്ങൾ കൂടി മുന്നോട്ട് പോകാനുള്ളതല്ല എൻ്റെ ജീവൻ, ഭഗവതിയാണ് എൻ്റെ ജീവൻ. അത് ഭഗവതിയുടെ പാദങ്ങളിൽ എത്തിച്ചേരണം, ഭഗവാന്റെ പാദങ്ങളിൽ എത്തിച്ചേരണം എന്നുള്ളൊരു കാര്യം മനസ്സിൽ വച്ചിട്ട് വേണം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അല്ല നമ്മൾ സ്വാർത്ഥ കാര്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ കർമ്മങ്ങൾ ചെയ്തിട്ട് അല്ലെങ്കിൽ ഭഗവതിയെ പൂജിച്ച് ആരാധിച്ച്, അല്ലെങ്കിൽ ഭഗവാനെ പൂജിച്ച് ആരാധിച്ച് പലതുമൊക്കെ നേടിയെടുത്താൽ അതിൻ്റെ ഫലങ്ങളൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഫലങ്ങളില്ലാത്ത, നിഷ്കാമമായിട്ട് ഒരാഗ്രഹമില്ലാത്ത ആ പ്രാർത്ഥനയും പൂജയും ജപവും ഒക്കെയാണ് യഥാർത്ഥത്തിലുള്ള ഭക്തി. ഇവിടെ ദേവന്മാരും വിഷ്ണുവിൻ്റെ, ശിവന്റെ, ബ്രഹ്മദേവന്റെ ഒക്കെ നേതൃത്വത്തിൽ വളരെ ഗംഭീരമായിട്ട് ഭഗവതിയെ സ്തുതിച്ചു. മാത്രമല്ല ബ്രഹ്മദേവന്റെ ശരീരത്തിൽ നിന്ന് അത്യുജ്വലമായിട്ടൊരു തേജസ് പുറത്തേക്ക് വന്നു. ആ തേജസ്സിനെ വിഷ്ണുവിൻ്റെ ശരീരത്തിൽ നിന്നുള്ള തേജസ് പുറപ്പെട്ട് അതിലേക്ക് ചേർന്നു. ശിവന്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെട്ട ഒരു തേജസ്സും ഒരുമിച്ച് ചേർന്നു. അതിൽ ഇന്ദ്രൻ, യമൻ, അഗ്നി, വായു, ഏതൊക്കെ തരത്തിലുള്ള ദേവന്മാരുണ്ടോ അവരുടെ ഉള്ളിൽ ഉള്ള തേജസ്സുകളൊക്കെ ഒരുമിച്ച് ചേർന്ന് അതിങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ ഓരോരുത്തരും ആ ഒരു സ്ത്രീയുടെ രൂപത്തിലുള്ള ശരീരഘടനയ്ക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം ഓരോ ദേവന്മാരായിട്ട് അവിടേക്ക് സന്നിവേശിപ്പിച്ച് ത്രൈലോക്യ സുന്ദരിയായിട്ട്, ത്രിപുര സുന്ദരിയായിട്ട് ഒരു സ്ത്രീ രൂപമായിട്ട് പ്രത്യക്ഷപ്പെട്ടു. അത് അഷ്ടമി ദിനത്തില് സാക്ഷാൽ ദുർഗ എന്ന് വിളിക്കും. ദുർഗ എന്ന് പറഞ്ഞാൽ ദുർഘടങ്ങളെ തീർക്കുന്നവളാണ്. അതാണ് നമ്മൾ എന്താ പറയാ, അഷ്ടമിക്ക് നമ്മൾ പൂജിക്കുന്നത്.
അഷ്ടമി നാളിലാണ് ഈ അവതാരങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ അഷ്ടമിയിൽ ആ ദുർഗാസ്വരൂപത്തിലെ പൂജിച്ചു, അതിനെയൊക്കെ ദേവന്മാർ സ്തുതിച്ചു. ഈ സ്തുതി കേട്ട് ഭഗവതി പ്രസന്നപതയായിട്ട് മഹിഷാസുരനെ കൊല്ലുന്നതിന് വേണ്ട പ്രതിജ്ഞ എടുക്കുകയാണ്. ആരോരുമില്ലാത്ത ഏകമായിട്ടൊരു സ്ത്രീ സ്വരൂപത്തിനെ കണ്ടു മഹിഷാസുരന്റെ മന്ത്രിമാർ. ചെന്ന് മഹിഷാസുരനോട് പറഞ്ഞു, ഇതുവരെ കാണാത്ത ലൗകിക സുന്ദരിയായിട്ട് ത്രിലോകസുന്ദരിയായിട്ട് ഒരു നാരീപുഞ്ചത്തിനെ കണ്ടു. ഹേ മഹാരാജൻ, അങ്ങയുടെ ഭാര്യയായിട്ടിരിക്കാൻ എല്ലാം കൊണ്ട് യോഗ്യത ഉള്ളവരാണ്. പ്രപഞ്ചത്തിനെ ഭ്രമിപ്പിക്കുന്നത്, പ്രപഞ്ചത്തിൽ മായയായിട്ട് വർത്തിക്കുന്നത് ഭഗവതിയാണ്. ആ ഭഗവതി വെച്ച് മറ്റുള്ളവരെ മുഴുവനും ഏതൊരു മായാവലയത്തിലാണോ ഉൾപ്പെടുത്തേണ്ടത് അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിപ്പിക്കാനായിട്ട് കഴിയുന്നവളാണ് സാക്ഷാൽ ഭഗവതി. ഏതായാലും മഹിഷാസുരന്റെ ദൂതന്മാർ വന്ന് ഭഗവതിയോട് പറയുമ്പോൾ അവരോടൊക്കെ വളരെ ക്രുദ്ധയായിട്ട് സംസാരിച്ച് യുദ്ധം ചെയ്ത് ഈ രക്തബീജൻ മുതലായിട്ടുള്ള ആളുകളൊക്കെ വധിച്ചിട്ട് മഹിഷാസുരൻ യുദ്ധത്തിൽ വരികയാണ്. ആ മഹിഷാസുരൻ യുദ്ധത്തിൽ വന്നു. മഹിഷാസുരൻ പലതരത്തിലും സാവധാന ഭേദ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കി. അവിടെ ഒന്നും തരുമ്പം വിട്ടുകൊടുക്കാണ്ട് നിൽക്കുന്ന ഭഗവതി മഹിഷാസുരനുമായിട്ട് യുദ്ധം ചെയ്ത് മഹിഷാസുരനെ വധിക്കുന്നതാണ്. ദേവീഭാഗവതത്തില് മഹിഷാസുര വധം കഴിഞ്ഞാൽ പിന്നെ ശുംഭനിശുംഭന്മാര് എന്ന് പറയുന്ന ശക്തന്മാരായിട്ടുള്ള അസുരന്മാരുടെ യുദ്ധങ്ങളും ബാക്കി കുറെ കാര്യങ്ങളൊക്കെ കാണാം. ഇതൊക്കെ പ്രവർത്തിപ്പിക്കേണ്ടതില്ല, മായയിൽ ഭ്രമിപ്പിക്കുകയാണ്. മായയിൽപ്പെട്ട് ഉണ്ടാകുന്ന വ്യാപാരങ്ങളാണ് നമ്മൾ ഈ പുരാണങ്ങളിൽ കാണുന്ന കഥകളും കഥാപാത്രങ്ങളും ഒക്കെ. ഇവരൊക്കെ നമ്മൾ നിത്യജീവിതത്തിൽ ഇരുന്ന് ആലോചിച്ച് ഈ മായയിൽ നിന്ന് രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോ എന്ന് ആലോചിച്ച് സാക്ഷാൽ ജഗതൈശ്വര്യായിട്ടുള്ള ഭഗവതിയെ പൂജിച്ച് പ്രസാദിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഇതിന് ഒരു വഴി ഉള്ളൂ. അതിനുവേണ്ടി ആ ഒരു ഭാവം നമ്മളിലേക്ക് പ്രത്യേകിച്ച് കൂടുതൽ ആഴ്ന്നിറങ്ങാൻ വേണ്ടി ഓരോ കഥകളും കഥാപാത്രങ്ങളും, ഈ കഥകളൊക്കെ ഉണ്ടാവട്ടെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല. പക്ഷെ അതിലടങ്ങിയിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി പ്രവർത്തിപ്പിക്കുന്നത്. ഈ പുരാണങ്ങൾ പലതരത്തിലും അനവധി പേരിലും സ്വഭാവത്തിലും രൂപത്തിലും ഒക്കെ മാറ്റം ഉള്ള ദേവന്മാരെയൊക്കെ നമ്മുടെ സനാതന സംസ്കൃതിയിൽ കാണാൻ സാധിക്കും. ഇതൊക്കെ എന്തെന്ന് വെച്ചാൽ ഓരോ ജീവന്റെയും ഓരോ തരത്തിലുള്ള അവസ്ഥകളിൽ ബന്ധപ്പെടുന്ന അനുഭവങ്ങളാണ് എന്നറിഞ്ഞ് അതിനെ കൃത്യമായിട്ട് ഉപാസിക്കുക. അത് എവിടെ നിന്നാണോ ഉണ്ടാവുന്നത്, ആരിൽ നിന്നാണ് ഉണ്ടാവുന്നത്, അതിനെ അറിഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്നവരാണ് ബുദ്ധിയുള്ള ആളുകൾ എന്ന് ദേവി ഭാഗവതം നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കാം. നവരാത്രി ദിവസങ്ങളിൽ ശക്തി ഉപാസനയിൽ കൂടി നമ്മുടെ അന്ധക്കരണത്തിനെ ശുദ്ധമാക്കാനായി സാധിക്കും. അന്ധക്കരണത്തിനെ ശുദ്ധമാക്കുക, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ ഓരോരുത്തരും തന്നെ എത്തിച്ചേരണം. ഇനിയുള്ള മായാവൈഭവങ്ങളെക്കുറിച്ച് പറയും. നാരദൻ പോലും മായയ്ക്ക് അടിപ്പെട്ടു എന്ന് പറയുന്ന ഒരു കഥാകോളത്തിലേക്ക് നമ്മൾ കടക്കും. സാക്ഷാൽ ഈശ്വരനെ മാത്രം സദാസമയം വിചാരിച്ചുകൊണ്ട് നടക്കുന്ന ഭഗവാൻ നാരദൻ പോലും ആയയ്ക്ക് അടിപ്പെട്ടപ്പോൾ താൻ ആരാണെന്നും തൻ്റെ സ്വരൂപം എന്തായിരുന്നു എന്ന് അറിയാണ്ട് അതിൽ കിടന്ന് കറങ്ങി അവസാനം ആ മായയിൽ നിന്ന് രക്ഷപ്പെടുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരിക. അതുകൊണ്ടാണ് ദേവി ഭാഗവതം നമ്മൾ കേൾക്കുക. ഇപ്പം നമ്മൾ ദേവി ഭാഗവതം കേൾക്കുകയാണ്. കുറേ കേൾക്കുമ്പോൾ നമുക്ക് ഏതൊക്കെ തരത്തിൽ എന്തെങ്കിലും ഒരു വിഷമങ്ങൾ വന്നാലും നമ്മുടെ ശ്രദ്ധ അതിലേക്ക് കൊടുക്കുക.
അത് നമ്മുടെ ഉള്ളിൽ കുറച്ചെങ്കിലും കയറിയാൽ നമ്മൾ ഭാഗ്യവാന്മാരെ. ഈ പുരാണങ്ങളും വേദങ്ങളൊക്കെ കുറച്ചെങ്കിലും നമുക്ക് ഉള്ളിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ ഡെപ്പോസിറ്റായിട്ട് കിടക്കും. ഇതിങ്ങനെ ധാരാളം കേട്ട് വരുമ്പോഴാണ് നമ്മുടെ വാസനകളെയൊക്കെ കുറച്ച് നമുക്ക് ഇല്ലാതെയാക്കാൻ പറ്റുന്നത്. വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ചോദിക്കാൻ ഞാൻ ആരാണ്. കുറേ നാൾ ചോദിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഉത്തരം നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു വരും. ഇതിനാണ് ആചാര്യന്മാരെയും ഗുരുക്കന്മാരെയും ഒക്കെ കണ്ടുമുട്ടി അവരുടെ ഉപദേശപ്രകാരം ഈശ്വരോപാസനയിലേക്ക് കടക്കാൻ തരുന്ന കാലം ഈ പ്രപഞ്ചത്തിൽ കിടന്ന് ഭ്രമിച്ച് ദുഃഖവും സുഖവും ഒക്കെ അനുഭവിച്ച് നട്ടം തിരിയുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം. ആ അവസ്ഥയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടേ പറ്റൂ. എത്ര വർഷം നമ്മൾ യജ്ഞം നടത്തിയെന്നോ അല്ലെങ്കിൽ എത്ര വർഷം നമ്മൾ ഇത് കേട്ടു എന്നുള്ളതല്ല, എത്ര മാത്രം നമ്മുടെ ഉള്ളിൽ ഇത് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിനുള്ള ആ ഭഗവതി സേവ, ആ ഭഗവതി ഉപാസന ഏറ്റവും ചുരുങ്ങിയ ദിവസങ്ങളിൽ 9 ദിവസക്കാലം അത് വ്രതമെടുത്ത് അതിൻ്റെ ചിട്ടവട്ടങ്ങളോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സമാധാനം അത് വളരെ ശ്രേഷ്ഠമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചുകൊണ്ട് ഇനി അടുത്ത പ്രഭാഷണ സമയത്ത് നമുക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാനായിട്ട് ശ്രമിക്കാം. ഐം ഹ്രീം ക്ലീം ചാമുണ്ഡായേ വിച്ചേ, ഐം ഹ്രീം ക്ലീം ചാമുണ്ഡായേ വിച്ചേ, ഐം ഹ്രീം